പുഞ്ചിരി ഹാ കുലീനമാം കള്ളമെന്ന് പഴയ കവിവാക്യം. പൂക്കിച്ചിരി ഹാ ക്രൂരമാം കള്ളം എന്ന് പുതിയ കാലം അത് തിരുത്തി വായിക്കുന്നു. വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ ഉള്ളടക്കങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴാണ് പൂക്കിമുഖത്തിലെ ചതിച്ചിരി ജനം തിരിച്ചറിയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നുവെന്ന പേരിൽ 3600 കോടിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇല്ലാതാക്കിയത്, ആശമാർക്ക് 21,000 രൂപ നൽകുമെന്ന് പറഞ്ഞിട്ട് 3000 രൂപയിൽ ഒതുക്കിയത്, PM ശ്രീ കടലിൽ എറിയുമെന്ന് പറഞ്ഞ് വോട്ട് തേടിയിട്ട് അതേ PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്, സർക്കാർ അറിയാതെ ഗവർണർ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് അറിയില്ലെന്ന് പറയുന്നത്, കർണാടക ലോബിക്കായി മദ്യത്തിൻ്റെ നികുതി കുറച്ചത്, കേരളത്തിൻ്റെ പൊന്നും വിലയുള്ള കരിമണൽ തീരങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതുന്നത്, ഇങ്ങനെയൊക്കെയാണ് വി.ഡി. സതീശൻ്റെ പോക്കെങ്കിൽ ആ പോക്ക് ശരിയല്ലെന്ന് തന്നെ പറയേണ്ടി വരും. വികസനവും ക്ഷേമവും പടിക്ക് പുറത്തും സ്വകാര്യവൽക്കരണവും അഴിമതിയും പടിക്കകത്തുമെന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന് ബജറ്റ് അടിവരയിട്ട് പറയുന്നു. വി.ഡി. സതീശൻ സർക്കാർ 1 മാസം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇനി വരാനിരിക്കുന്ന ഇരുണ്ട കാലങ്ങളുടെ സൂചനയല്ലേ ബജറ്റിലൂടെ തെളിയുന്നത്? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് രജിൻ S. ഉണ്ണിത്താൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ എന്നിവരാണ്. സ്വാഗതം 3 പേർക്കും ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. രജിൻ, ഏതായാലും രജിൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രജിൻ അല്ലാത്ത ചില കോൺഗ്രസ്സുകാർക്കെങ്കിലും തോന്നുന്നുണ്ട് ഈ പോക്ക് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ ന്യായം, PM ശ്രീ ഒപ്പിടാൻ പോകുന്നു, ആ കരാറുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ ന്യായം കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്, അതുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു. ഇന്നലെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 120% കുറച്ചപ്പോൾ പറയുന്നത് കഴിഞ്ഞ സർക്കാർ അത്തരത്തിലൊരു നികുതി കൊണ്ടുവന്നിരുന്നു, അത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കാൻ തീരുമാനിച്ചിരുന്നു. പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, ഈ പോക്ക് ശരിയാണോ രജിനെ? നോക്കൂ, ഇതിനകത്ത് വി.ഡി. സതീശൻ സർക്കാർ ആരെ ചതിച്ചു, ആരെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബജറ്റാണ്. ഈ ബജറ്റിൽ നിന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ശ്രമം മാത്രമാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകൾ എന്ന് എനിക്ക് ആമുഖമായി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഗതികേട്. കാരണം ഈ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിറയെ ചർച്ചകൾ നടത്തിയതാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ ഗവൺമെന്റ് എടുത്ത നയം എന്തായിരുന്നു? ആ ഗവൺമെന്റ് നയം തിരുത്തുവാൻ വേണ്ടി ആ LDF മുന്നണിയിൽ തന്നെയുള്ള CPI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? അവിടെ കോൺഗ്രസോ അല്ല UDF പറഞ്ഞത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ അവിടെ ഈ ഒരു ഗവൺമെന്റിന്റെ ഒളിമറയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒളിച്ചും പാത്തും പോയി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന ഒരു കാര്യമാണ് നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ചോദ്യം എന്താണ്? നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? PM ശ്രീ അത് ഒരു ഡീലിന്റെ ഭാഗമായി വന്നതാണ്. അത് നിങ്ങളുടെ നേതാവ്, ലീഗിന്റെ നേതാവ് ഷാജി തന്നെ പറഞ്ഞാണ് വലിച്ച് കടലിലെറിയുമെന്ന്. ഈ സർക്കാർ വന്നിട്ട് എന്തിനാണ് PM ശ്രീ പദ്ധതി? അത് RSS അജണ്ടയാണെങ്കിൽ വലിച്ചെറിയണ്ടേ? ആ പദ്ധതി, ആ കരാർ വലിച്ചെറിയണ്ടേ? അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതാണ് ജനം ചോദിക്കുന്നത്. നോക്കൂ, ഒരു ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MOUയിൽ ഒപ്പിടുന്നു, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ ഗവൺമെന്റ് വന്നെടുത്ത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ നിയമവശങ്ങളെ പഠിക്കുവാൻ വേണ്ടി അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരിക്കുലത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ട് ശേഷം മാത്രമാണ് ആ പദ്ധതിയുമായി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. നോക്ക്, ഇതിനകത്ത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു അടുക്കള നിർമ്മിക്കുവാൻ വേണ്ടി കട്ടയും കല്ലും സിമെന്റും എല്ലാം ഇറക്കി വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് അത് നിർമ്മിക്കാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒന്ന് തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ട് പിന്നീട് നിർമ്മിക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നീട് വരുന്ന ആളുകൾ, ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പിന്നീട് വരുമ്പോൾ ആ കട്ടയും കല്ലും എല്ലാം ഇറക്കി വെച്ച് അതിന്റെ പ്ലാനും തയ്യാറാക്കി വെച്ചിട്ട് പോയിട്ട് അത് അതിന്റെ അടിത്തറ പോലും ശരിയല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്. പിന്നെ ആ വീട് കെട്ടാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? ഈ വീട് വേണ്ട എന്നുള്ള തീരുമാനിച്ചതല്ലേ? ഈ വീട് കൊള്ളില്ല എന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ വീട് കെട്ടാൻ പോകുന്നതെന്നാണ് ചോദ്യം.
അതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർ ഉൾപ്പെടെ ഉള്ളവരുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്തിട്ട് പോയിട്ട് അതിനുമായി ബന്ധപ്പെട്ടുള്ള പെർമിഷനും എടുത്ത് കോൺട്രാക്ടർക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് പോയിട്ട് വേറെ അടുത്ത ആൾ വരുമ്പോ അതെല്ലാം എടുത്ത് എങ്ങനെ കാറ്റിലേക്ക് വലിച്ചെറിയാൻ പറ്റും? ആ കോൺട്രാക്ടർ കേസിന് പോയാലോ? അല്ല, ഇത് നിൽക്കുന്നല്ല രജിൻ, അത് നിൽക്കുന്നല്ല. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെയാണല്ലോ ഈ മദ്യനികുതിയുമായി ബന്ധപ്പെട്ട്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് 120% നികുതി കുറച്ചു കൊടുക്കുന്നു. അതായത് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ എല്ലാ കടകളിൽ നിന്നും ഈ വീര്യം കുറഞ്ഞ മദ്യം വാങ്ങാമെന്നതാണ്. നിങ്ങളുടെ നയം എന്തായിരുന്നു? മദ്യം ഇവിടെ ഒഴുക്കുകയാണ്, മദ്യ ഉപഭോഗം കുറയ്ക്കണം. നിങ്ങളുടെ തന്നെ ഒരു മന്ത്രി, ആഭ്യന്തരമന്ത്രി തൂഫാൻ, ഓപ്പറേഷൻ തൂഫാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മറ്റൊരു മന്ത്രി ഇവിടെ നിർബാധം കള്ളൊഴുക്കുകയാണ്, മദ്യം ഒഴുക്കുകയാണ്, നികുതി കുറച്ചു കൊടുക്കുക. അതിനെന്താണ് ന്യായം? എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഒരു ലഹരി ഹബ്ബുമായി ബന്ധപ്പെട്ട് മാറ്റിയെടുത്ത ഒരു സർക്കാരാണ് നമുക്ക് മുമ്പുണ്ടായിരുന്നത്. 2016 മുമ്പ് ഏതെങ്കിലും സിന്തറ്റിക് ലഹരിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും FIR രജിസ്റ്റർ ചെയ്യുവാനോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലും ആ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സിന്തറ്റിക് ലഹരികൾ കേരളത്തിലെ കമ്പോളങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്യാമ്പസുകൾ ഉള്ളിടമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വന്നിരുന്നത്. കേരളത്തിലെ പല പ്രധാനപ്പെട്ട സിറ്റികളും ഈ സിന്തറ്റിക് ലഹരിയിൽ ഹബ്ബുകളാക്കി മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിന് ഒളിച്ചും മറച്ചും ചെയ്യുന്നവർക്ക് കൂട്ടാളികളായി, അല്ലെങ്കിൽ അതിനെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റാതെ കൈകളിൽ ബലങ്ങിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് ഒരു ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുകയായിരുന്നു. ആ ഗവൺമെന്റിന്റെ പിന്തുടർച്ചയല്ലല്ലോ ഈ വരുന്ന ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് നയം വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട അതിന്റെ വസ്തുതകളിലേക്ക് പരിശോധിച്ചു പോയാൽ വേറെ ചിലരെ കൂടി നമുക്ക് രംഗത്തിറക്കേണ്ടി വരും. അത് VM സുധീരൻ അടക്കമുള്ളവരെ, AK ആന്റണി അടക്കമുള്ളവരെ നമുക്ക് രംഗത്ത് കൊണ്ടുവരേണ്ടി വരും. VPP മുസ്തഫ, ഇപ്പോൾ രജനി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പല ന്യായങ്ങളുണ്ട്. എന്തിന് PM ശ്രീ കൊണ്ടുവന്നു? കഴിഞ്ഞ സർക്കാർ ഉണ്ടായിരുന്നല്ലോ. എന്തിനാണ് നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നത്, നികുതി കുറയ്ക്കുന്നത്? അത് കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നതാണല്ലോ. എന്തേ പുതിയ സർക്കാർ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നത് തെറ്റാണെങ്കിൽ എന്തിന് പുതിയ സർക്കാർ തുടരുന്നു? നിങ്ങളെയാണ് പഴിചാരുന്നത് VPP. കോൺഗ്രസ് പ്രതിനിധി വല്ലാത്ത സങ്കടത്തിലാണ്. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പോക്ക് പോയാൽ എങ്ങോട്ടെത്തും എന്നുള്ളത് തന്നെയാണ്. LDF ഗവൺമെന്റിനെ വല്ലാതെ പള്ളു പറഞ്ഞ്, ഇടതുപക്ഷത്തെ വല്ലാതെ വിമർശിച്ച്, അതിൻ്റെ ഓരോ നടപടിയെയും നഖശികാന്തം എതിർത്ത്, കേരളത്തിൻ്റെ വികസനം തന്നെ ഒരു തരത്തിലും സഹകരിക്കാതെ മാറി നിന്ന് ഞങ്ങൾ വിമർശിച്ചവർ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ രജിൻ പറയുന്നത് വീടിൻ്റെ കാര്യം, ഞങ്ങൾ കെട്ടിയ വീട് അതിന് അടിത്തറ പോരാ, അത് ദുർബലമാണ്, അത് RSSുമായിട്ട് ഡീലുണ്ടാക്കിയിട്ടുള്ള അടിത്തറയാണ്. അങ്ങനെ ദുർബലമായ ഒരു അടിത്തറയുടെ മേലുള്ള വീട് നിങ്ങൾ എന്തിനാണ് സഖാവെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രജനെ, അങ്ങനെ ഒരു അടിത്തറ ദുർബലമായ വീട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിനകത്ത് താമസിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആളുകൾ ആ വീട് പൊളിഞ്ഞു വീണിട്ട് പരിക്ക് പറ്റി വല്ലാത്ത പ്രശ്നത്തിലാവില്ലേ? നിങ്ങൾ ആ വീടെ പൊളിച്ചു കളയല്ലേ വേണ്ടത്. എന്നിട്ട് ആ വീട് നിർമ്മിക്കാൻ വേണ്ടി ദുർവ്വയം, ആ വീട് അങ്ങനെ മോശമായ നിലയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി തെറ്റായ നിലയിൽ പണം ചെലവഴിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഞങ്ങൾ കെട്ടിയ, നിങ്ങൾ തന്നെ ആക്ഷേപിച്ച, നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തിയ ആ ദുർബലമായ വീടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയല്ലോ വേണ്ടത്. അതുകൊണ്ട് രജിന്റെ ഉപമ തന്നെ പൊളിഞ്ഞതാണ്. അത് ആരാണ് നിങ്ങൾക്ക് ഒരു ക്യാപ്സൂളായിട്ട് പറഞ്ഞതെന്ന് അവരോട് നല്ല നമസ്കാരം പറ. നിങ്ങളുടെ വിമർശനം എന്താ PMCയുടെ കാര്യത്തിൽ? നിങ്ങൾ പറയുന്നത് പോലെ PMC ഞങ്ങൾ ഒപ്പിട്ടു, CPM CPIയെ പോലും അറിയിക്കാതെ ഞങ്ങൾ രഹസ്യമായി RSSുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ട് അത് ഒപ്പിട്ടു എന്നല്ലേ നിങ്ങളുടെ ആക്ഷേപം? അതല്ലേ നിങ്ങൾ പിൻവലിക്കേണ്ടത്? ഞങ്ങൾ RSSുമായിട്ട് രഹസ്യമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടാണ് ആ MOU ഒപ്പിട്ടതെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറ്. ഒരു ചുക്കും സംഭവിക്കില്ല. ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടുവൊന്നുമില്ലല്ലോ അതിന്റെ പേരിൽ. PMC നേരത്തെ ഗവൺമെന്റ് ഒപ്പിട്ടതാണ്. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങളുടെ ഗവൺമെന്റിനെ പിരിച്ചുവിടും. അങ്ങനെ വല്ല നടപടി ഉണ്ടാവുമോ? ആകെ സംഭവിക്കുക രജിനെ, PMC പദ്ധതിയുടെ പേരിൽ കേരളത്തിന് ലഭിക്കേണ്ട പണം കിട്ടില്ല. അത്രേ സംഭവിക്കുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. അത് LDFന്റെ കാലത്തും കിട്ടിയിട്ടില്ല, എന്ന് ഒപ്പിട്ടിട്ടും കിട്ടിയിട്ടില്ല. കാരണം എന്താ? ഒപ്പിട്ടത് ഒക്ടോബർ മാസത്തിൽ, നവംബർ മാസത്തിൽ ഞങ്ങളത് മരവിപ്പിച്ചു. ഇതറിയാത്ത ആളാണോ രജിൻ? ഇതറിയാത്ത ആളാണോ VD സതീശൻ? ഇതറിയാത്ത ആളാണോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? നിങ്ങൾ തന്നെ പറഞ്ഞ CPIയുടെ ഉൾപ്പെടെ പ്രതിഷേധം വന്നപ്പോൾ LDF അത് ചർച്ച ചെയ്തു. LDF ചർച്ച ചെയ്തിട്ട്, കാരണം ഞങ്ങളൊരു ജനാധിപത്യ പ്രസ്ഥാനമല്ലേ,
ചർച്ച ചെയ്തപ്പോൾ ആ എടുത്ത നടപടി ശരിയല്ല എന്ന് തോന്നി. ഞങ്ങൾ ഒപ്പിട്ട ആളുകളെ കൊണ്ട് തന്നെ കത്തയപ്പിച്ചു. ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു. കത്തയക്കുക മാത്രമല്ല, നേരിട്ട് പോയിട്ട് കേരളത്തിന്റെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ MOUയിൽ നിന്ന് നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും സിജു ശ്രദ്ധിക്കണം. MOU ധാരണാപത്രം മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ. എഗ്രിമെന്റ്, ലീഗലി ബൈൻഡിങ് എന്ന് പറയുന്നത് എഗ്രിമെന്റുകളാണ്. അങ്ങനെ ഒരു എഗ്രിമെന്റും ഒപ്പിട്ടിട്ടില്ല PMCയുടെ പേരിൽ. ഏത് കക്ഷിക്കും പിന്മാറാവുന്നതാണ് MOU എന്ന് പറയുന്നത്. അങ്ങനെ ഒരു MOU മാത്രമേ ഒപ്പിട്ടുള്ളൂ. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം ഞങ്ങൾ തന്നെ അത് മരവിപ്പിച്ചത്. അങ്ങനെ എന്തെങ്കിലും MOU നിന്ന് പിന്മാറുകയോ MOU മരവിപ്പിക്കുകയോ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെങ്കിൽ LDF ഗവൺമെന്റ് അത് ചെയ്യുമായിരുന്നോ? ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾക്കറിയാം ആകെ ഉണ്ടാകാവുന്ന നഷ്ടം എന്ന് പറയുന്നത് കേന്ദ്രം അത് അവർ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പാടില്ല. ഒരു ഫെഡറൽ നയം അനുസരിച്ച് അവരുടെ ഔദാര്യമൊന്നുമില്ല. പക്ഷെ മോഡി സർക്കാർ സ്വീകരിക്കുന്ന നയം അതാണ്. അതിനെക്കുറിച്ച് ഒരു വിമർശനവും ഇല്ലാത്തവരാണ് കോൺഗ്രസ്, UDF. പക്ഷെ അതാണ് അവരുടെ നയം. അങ്ങനെ ക്ലോസ് ചെയ്താണ്. ഞാൻ രജനോട് ചോദിക്കുന്നു, രജനെ എവിടെയെങ്കിലും PMCക്ക് വേണ്ടിയിട്ട് കരിക്കുലം കേരളത്തിൽ മാറ്റിയോ? നെഹ്റുവിന്റെ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയോ? ഗാന്ധിജിയുടെ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയോ? മുഗളന്മാരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയോ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ഇല്ലാതാക്കിയോ കേരളത്തിൽ? ഇല്ലല്ലോ. CBSE സിലബസിൽ അതെല്ലാം വന്നു കഴിഞ്ഞു. PMC നടപ്പിലാക്കിയ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, നവോദയ വിദ്യാലയങ്ങളിൽ, അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന CBSE സിലബസ് ഉള്ള പാഠപുസ്തകങ്ങളിൽ ആ കരിക്കുലം വന്നു കഴിഞ്ഞു. കേരളത്തിൽ ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴും പഠിക്കുകയല്ലേ, പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ നമ്മളത്. PMCയുടെ പേരിൽ ഏതെങ്കിലും സ്കൂളുകൾ തെരഞ്ഞു കൊടുത്തോ? എന്നിട്ട് ആ സ്കൂളുകളിൽ ബോർഡ് മാറ്റിയോ? PMC എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചോ? 13,000-ഓളം സ്കൂളുകൾ ഉണ്ടല്ലോ കേരളത്തിൽ. എവിടെയെങ്കിലും വെച്ചോ? അപ്പൊ എന്തിനാ പിന്നെ ഈ കള്ളം പറയുന്നത്? എന്തിനാ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? PMCയിൽ ഒക്ടോബറിൽ ഒപ്പിട്ടു എന്നുള്ളത് ഒരു അതിന്റെ MOUയിൽ ഒപ്പിട്ടു എന്നുള്ളത് വസ്തുത. തൊട്ടടുത്ത നവംബറിൽ അത് മരവിപ്പിച്ചു. അതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. PMCയുടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതാണ് വസ്തുത എന്നിരിക്കെ നിങ്ങൾ പിന്നെ എന്തിനാ ഇപ്പൊ ഈ പറയുന്നത്? അപ്പൊ നിങ്ങൾ അന്ന് നടത്തിയ പ്രസ്താവന വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രസ്താവനയല്ലേ? KM ഷാജി എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി എന്താ നടത്തിയ പ്രസ്താവന? എനിക്ക് വോട്ട് ചെയ്താൽ, അദ്ദേഹത്തിന്റെ വീഡിയോ രജനി ഉൾപ്പെടെ കണ്ടതല്ലേ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഈ മണ്ഡലത്തിന്റെ താല്പര്യം 25% എനിക്കുള്ളൂ, ബാക്കി 75% ഞാൻ ശ്രദ്ധിക്കുന്നത് നാട്ടിന്റെ പൊതുവായ കാര്യമാണ്. അതിലേറ്റവും പ്രധാനമാണ് എനിക്ക് വോട്ട് ചെയ്താൽ ഈ നെഹ്റുവിനെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന, ഗാന്ധിയെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന CPM RSSുമായിട്ട് ഡീലുണ്ടാക്കിയ PMC പദ്ധതി ഞങ്ങൾ അറബിക്കടലിലെറിയും. എന്നിട്ട് ഇപ്പൊ പറയുന്നു, അതേ ഷാജി പറയുന്നു, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ചില പ്രയോഗങ്ങൾ നടത്തും, അതെല്ലാം ഭരണത്തിലുണ്ടാകുമ്പോൾ മന്ത്രിയാവുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമെന്ന്. നാണമില്ലേ, ഉളുപ്പില്ലേ? വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊരു പ്രസ്താവന നടത്തുകയും അധികാരത്തിൽ വന്നപ്പോ നേരെ യൂട്ടേൺ അടിച്ചു പോവുകയും ചെയ്യാൻ നിങ്ങൾ പ്രയോഗമല്ലല്ലോ. നിങ്ങൾ നടത്തേണ്ടത് എന്താ? നിലപാടല്ലേ. PMC നടപ്പിലാക്കില്ല എന്നുള്ളത് നിങ്ങളുടെ നിലപാടാണെങ്കിൽ നിങ്ങളത് ആ നിലപാട് ഈ ഭരണത്തിൽ വന്നാലും സ്വീകരിക്കണ്ടേ? പിന്നെ എന്തിനാ നിങ്ങൾ പഠിക്കാൻ അതിനെ കമ്മിറ്റി വെക്കേണ്ടത്? ഒരു കമ്മിറ്റിയും വേണ്ടല്ലോ. ഞങ്ങളുടെ UDFന്റെ നിലപാടാണ്, ഒരല്പം പണം നഷ്ടപ്പെട്ടാലും ശരി കേന്ദ്ര സർക്കാരിന്റെ ആ നയത്തിനെതിരെ ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പോരാടും, എന്നാലും PMC നടപ്പിലാക്കില്ല. ആ നിലപാടെടുക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്? VD സതീശൻ നടത്തിയ പ്രസ്താവന അതായിരുന്നില്ലേ? ഞങ്ങൾ വന്നാൽ PMC നടപ്പിലാക്കില്ല എന്നല്ലേ? ആ നിലപാടിന് പകരം പിന്നെ നിങ്ങൾ എന്തിനാ അത് പഠിക്കാൻ ഒരു കമ്മിറ്റി? അപ്പോ എന്തുകൊണ്ടത്? നിങ്ങൾ കർണാടകത്തിൽ ഒപ്പുവെച്ചതാണ് കോൺഗ്രസ്, അത് നിങ്ങൾ തെലങ്കാനയിൽ ഒപ്പുവെച്ചതാണ് അത് PMC. അവിടെയെല്ലാം നിങ്ങൾ ഈ കാവ്യവൽക്കരണം നടപ്പിലാക്കിയോ? നിങ്ങൾ ഏത് RSSുമായിട്ട് ഡീലുണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ കർണാടകത്തിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് PMC ഒപ്പുവെച്ച് അത് മരവിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കേരളത്തെ പോലെ നിങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ RSSുമായിട്ട് മോഡി സർക്കാരുമായിട്ട് എന്ത് ഡീലുണ്ടാക്കിയിട്ടാണ് DK ശിവകുമാറും അതുപോലെ അവിടെ മറ്റേ മന്ത്രിയും മുഖ്യമന്ത്രിയും തെലങ്കാനയിലെ മുഖ്യമന്ത്രിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഉൾപ്പെടെ അല്ല, താങ്കൾ സൂചിപ്പിച്ച CVP മുസ്തഫ, താങ്കൾ പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങളൊന്നും അറിയാത്ത ആളൊന്നുമല്ല രജനി കൃത്യമായി അറിയാം നടന്നത് എന്താണ്, നടക്കാൻ പാടില്ലാത്തത് എന്താണ്. നമ്മൾ ആ ചോദ്യം അങ്ങനെ തന്നെ അല്ല രജിൻ, ഒരു കാര്യം ജയചന്ദ്രൻ സാറിന് എന്തൊക്കെ പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് രജിൻ, ജയചന്ദ്രൻ സാർ,
താങ്കൾക്കൊരു പക്ഷേ പറയാൻ വെമ്പി നിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ മദ്യനികുതി കുറച്ചുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നാണല്ലോ താങ്കൾ വരുന്നത്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജി സുധാകരനടക്കം അവിടെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം. ഇവർ പറഞ്ഞതെന്ത് ചെയ്യുന്നതെന്ത് വളരെ കൃത്യമായി തന്നെ ബജറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ബജറ്റിൽ ഉടനീളം വായിക്കുമ്പോൾ ക്ഷേമം എന്നൊരു വാക്ക് എവിടെയും ഞാൻ കണ്ടതായി തോന്നുന്നില്ല, വികസനം എന്ന വാക്ക് കാണുന്നില്ല. പക്ഷേ കടൽ, സമുദ്രം, സമുദ്ര മിഷൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു. നേരത്തെ ഇവിടെ PMC വിഷയവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല, ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളം PMCയുമായി ബന്ധപ്പെട്ട് പൊളിഞ്ഞു പോയി എന്നുള്ളത് രജനി അടക്കമുള്ളവർക്ക് മനസ്സിലായി. മദ്യവുമായി ബന്ധപ്പെട്ട്, മദ്യനികുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ സർക്കാർ, ഇന്ന് ചെന്നിത്തല പറഞ്ഞാണ്, കഴിഞ്ഞ സർക്കാർ പഴത്തിൽ നിന്ന് വൈനുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കരാർ, ഒരു പദ്ധതി കൊണ്ടുവന്നില്ലേ, അത് ഞങ്ങൾ തുടരുകയാണ്, എന്തിനും ഏതിനും അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ തീരത്തെ എഴുതുന്നതിന്, തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതിനെ സംബന്ധിച്ച്, മദ്യം ഒഴുക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ബിജു, ഞാൻ ഈ PM ശ്രീ വിവാദത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിപ്പോൾ രജിൻ്റെ പാർട്ടിയുടെ മുന്നണിയുടെ നിലപാടൊക്കെ പറഞ്ഞു. PPP അതിന് രാഷ്ട്രീയമായ മറുപടി മാത്രമല്ല, ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചു. എനിക്കതുമായിട്ട് ആഡ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ മറ്റേ കാര്യങ്ങളിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത്. ആഡ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. റിസൾട്ട് വന്നത് മെയ് 4-നായിരുന്നല്ലോ അസംബ്ലി റിസൾട്ട് വന്നത്. മെയ് 8-നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കത്ത് കിട്ടുന്നത്, സെക്രട്ടറിയുടെ കത്ത് കിട്ടുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു കരാറിൽ MOUവിൽ ഏർപ്പെട്ടിരുന്നെന്നും, പക്ഷെ അതിനുശേഷം അവർ ആ കരാർ നിർത്തിവെച്ചു, മുൻ ഗവൺമെൻറ് നിർത്തിവെച്ചു. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ്? ഇതാണ് ചോദ്യം. അപ്പോൾ മുൻ ഗവൺമെൻറ് MOUവിൽ ഏർപ്പെട്ടിരുന്നുവെന്നും എന്നാൽ പിന്നീട് അവർ ആ കരാർ നിർത്തിവെച്ചുവെന്നും എന്ന് പറയുന്നത് ഇവിടുന്നുള്ള ആരുമല്ല, AK സെൻറ്ററിൽ നിന്ന് എഴുതി കൊടുത്തതുമല്ല, ഡൽഹിയിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ കത്താണ് ചീഫ് സെക്രട്ടറിക്ക് വന്നത്, സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക്. ഇന്ന് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി, മുൻ ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അത് പുറത്ത് വിട്ടല്ലോ. വല്ലതും ഉണ്ടോ പറയാൻ മറുപടി? എനിക്കതാണ് അത് സംബന്ധിച്ച് കേൾക്കാൻ താല്പര്യമുള്ളത്. എന്താണ് അതിനകത്ത് മറുപടി പറയുന്നത്? ആ ഒരൊറ്റ കാര്യം. മറ്റൊന്ന്, മദ്യം, അത് പറയാതിരിക്കാൻ കഴിയില്ല. മദ്യം പറഞ്ഞതിന് ശേഷം ഞാൻ ആലപ്പുഴയിലെ താങ്കൾ ചോദിച്ച വിഷയത്തിലേക്ക് വരാം. എന്താണ് കഴിഞ്ഞ ഗവൺമെൻറ് മദ്യം ഒഴുക്കാൻ തീരുമാനിച്ചു എന്ന ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, എന്തിനാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വകുപ്പൊന്നും അല്ലല്ലോ ഇത്. പക്ഷേ അദ്ദേഹം ചാടിക്കയറി പറഞ്ഞത് തൊട്ടടുത്ത മണ്ഡലമായ കായംകുളം അവിടുത്തെ MLAയും മന്ത്രിയുമാണ് ലിജു എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതിരിക്കട്ടെ. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ് ശരിയാണ്, LDF ഗവൺമെൻറ് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. നയപരമായിട്ടൊരു തീരുമാനം എടുത്തു എന്നുള്ളത് വസ്തുതയാണ്, ശരിയാണ്. എങ്ങനെ ഫ്രൂട്ട്സിൽ നിന്ന്, വെജിറ്റബിൾസിൽ നിന്ന് അങ്ങനെയാണ് തീരുമാനിച്ചത്. കൃഷിക്കാരുടെ ഈ കാർഷികോൽപ്പന്നങ്ങൾ എന്ന നിലയ്ക്ക് അവയെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക, ഇതാണ് തീരുമാനിച്ചത്. അപ്പോൾ ആ തീരുമാനം പക്ഷേ പിന്നീട് രാഷ്ട്രീയമായി തന്നെ വേണ്ടെന്ന് വെച്ചു, അത് മറ്റൊരു കാര്യം. ഇവിടെ പക്ഷേ അതല്ലെന്നേ. ഇവിടെ വരുന്ന പുതിയ മദ്യനയത്തിൽ ഇവരിന്നലെ GST വകുപ്പും സെയിൽ ടാക്സ് വകുപ്പും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് സ്പിരിറ്റിൽ നിന്ന്. അതാണ്, അത് അടിവരയിട്ട് എഴുതി എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ രജിൻ. സ്പിരിറ്റിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ബക്കാടി എന്ന കുത്തകയ്ക്ക് അനുമതി കൊടുക്കാനുള്ള പിൻവാതിൽ പരിപാടിയാണ് നടക്കുന്നത്. അത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ചില ലിക്കർ ലോബി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതും ഇന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. MP രാജേഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നിലവിൽ 251% ടാക്സ് ഈടാക്കുന്ന മദ്യത്തിനാണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന ലേബലുമിട്ട് ഈ പറഞ്ഞതുപോലെ 120%-നും 175%-നും ഒക്കെ വിൽക്കാനായി കേരളത്തെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കി ആൾക്കാരെ കൂടുതൽ അഡിക്റ്റഡാക്കി മദ്യത്തിലേക്ക് ആകർഷിക്കുക എന്ന നയം സ്വീകരിക്കാനായി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് പുറത്തു വന്നത്. അപ്പോൾ എവിടെ KCBC മദ്യവിരുദ്ധ സമിതി VM സുധീരൻ
തുടങ്ങിയ മദ്യവിരുദ്ധ മിശുഹാക്കളൊക്കെ എവിടെ? അവരല്ലേ ആദ്യമേ കൊടിയും പിടിച്ച് രംഗത്തിറങ്ങേണ്ടത്? LDF ഗവൺമെൻറ് അല്ലല്ലോ ഭരിക്കുന്നത്, UDFൻ്റെ ഗവൺമെൻറ് അല്ലേ. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനായി എക്കാലവും ഈ കൂട്ടരൊക്കെ, ഞാനീ പറഞ്ഞ കൂട്ടരൊക്കെ സദാ രംഗത്ത് വരാറുള്ളതാണല്ലോ എക്സൈസ് നയം പുറത്തു വരുമ്പോഴൊക്കെ. ഇപ്പോഴെന്തേ ഒച്ചയനൊക്കെ ഇല്ലാതെ പോകുന്നത്? പേരിന് മാത്രം KCBCയുടെ സർക്കുലർ ഇന്നലെ ഇറങ്ങി എന്നുള്ളത് ഒഴിച്ചാൽ എന്താണ് ഇവരുടെ നയം, എന്താണ് ഇവരുടെ നിലപാട്, എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്നുള്ളത് കൂടുതൽ വ്യക്തതയോടെ കേരളീയർക്ക് മുമ്പിൽ തെളിഞ്ഞു വരികയാണ് സിജു. അതാണ് ആ മദ്യനയത്തിൽ കാണുന്നത്. ഇത് ഈ 0.5 മുതൽ 10% വരെയുള്ള ആൽക്കഹോളിന് 120%, അതുമുതൽ മേലേക്ക് 30% വരെയുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് 175% ടാക്സ് ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് GST കമ്മീഷണറും സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ ധനകാര്യമന്ത്രിയുടെ അറിവോടുകൂടി തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിനെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനായിട്ട് തീരുമാനിച്ചാൽ ഇതെല്ലാം അങ്ങ് സഹിച്ച് വിഴുങ്ങിയിരുന്നോളണം എന്ന് പ്രതിപക്ഷത്തോട് പോയി പറയണ്ട. രജനീഷ് ഉണ്ണിത്താനും UDF നേതാക്കളും ഒക്കെ പോയി പറയേണ്ടത് മറ്റു ചില കേന്ദ്രങ്ങളിലാണ്, മറ്റു ചില ആൾക്കാരുടെ മാളങ്ങളിലാണ് പോയി പറയേണ്ടത്. അവരാണത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ മറ്റൊന്ന്, ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഞാൻ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചതിൻ്റെ അന്നത്തെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, കേരളം ഏറ്റവും കൂടുതൽ രൂക്ഷമായ കെടുതി അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കേരളത്തെ വിറ്റു തലയ്ക്കാൻ പാകത്തിൽ ഇവർ തീരുമാനിക്കാൻ പോകുന്ന പുതിയൊരു പദ്ധതിയാണ്, കേരള വിരുദ്ധമായ പദ്ധതിയാണ് ഈ പറയുന്ന റെയർ എർത്ത് കോറിഡോർ എന്ന പുതിയ ഈ വലിയ ഭീകര സത്വമായിട്ട് വരാൻ പോകുന്ന സാധനം എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. പിന്നീടും 1-2 ചർച്ചകളിൽ കൈരളിയിലും മറ്റു ചാനലുകളൊക്കെ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ ബജറ്റ് വരുമ്പോൾ എന്താണ് കാണുന്നത്? ഞാൻ അന്ന് മുതലേ പറയുന്നത് ബ്ലൂ ഇക്കോണമിയെക്കുറിച്ച് തന്നെയാണ്. ബ്ലൂ ഇക്കോണമിക്ക് പരിസ്ഥിതിവാദികളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും രാജ്യാന്തര തലത്തിൽ തന്നെ ഗ്ലോബലി അതിനെ വിശേഷിപ്പിക്കുന്നത് ഓഷൻ എക്കോണമി എന്നാണ്. ഓഷൻ എക്കോണമി എന്ന് പറഞ്ഞാൽ കടൽ മുതലാളിത്തം, കരയിലെ ഊർജ സ്രോതസ്സുകളും ധനാഗമ മാർഗങ്ങളും എല്ലാം ഊറ്റിയെടുത്ത, അരച്ച് കലക്കി ഊറ്റിയെടുത്ത മുതലാളിത്തം ഇനി കടലിലേക്ക് കടന്ന് അവിടുത്തെ സമ്പത്തും കൂടെ പരിപൂർണമായിട്ട് അവർക്ക് വേണ്ടി ഊറ്റിയെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്ന ആ രീതിയെയാണ് ഇതിൻ്റെ മറവിൽ, ബ്ലൂ എക്കോണമിയുടെ മറവിൽ നടപ്പിലാക്കുന്ന ഓഷൻ ക്യാപിറ്റലിസം എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. അത് നമ്മുടെ ഈ കേരളത്തിലെ 590 കടൽ തീരത്തെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ 7500 കിലോമീറ്റർ കടൽ തീരത്തെ പ്രശ്നം മാത്രമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോബലി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പരിസ്ഥിതിവാദികളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിശാലമായ മാനങ്ങളുള്ള വലിയൊരു പ്രക്രിയയാണ് ആ സംഭവം. അതിനാണ് കേരളത്തിലെ പോർട്ട് സിറ്റി ആക്കുമത്രേ. മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറയുകയാണ്, കേരളത്തിലെ പോർട്ട് സിറ്റി ആക്കും. എങ്ങനെയാണ് സാർ പോർട്ട് സിറ്റി ആക്കുന്നത്? പറയണ്ടേ, അത് വിശദീകരിക്കേണ്ടേ അത്? കാരണം സാഗർമാല പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് 2016 ആ സാഗർമാല പദ്ധതിയുമായി കണക്റ്റഡാണ് ഇന്ത്യയിലെ മുഴുവൻ തുറമുഖങ്ങളും എന്നാണ് അവരുടെ വ്യാഖ്യാനം. അതല്ലാതെ വരുന്നത് വിഴിഞ്ഞം പോലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുകൾ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും അവരുടെ ഈ സാഗർമാലയുമായി കണക്റ്റഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് നിയമം മൂലം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ പദ്ധതിയും കൊണ്ട് കേരളത്തിലെ 17 തുറമുഖങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലെ തുറമുഖങ്ങൾ, രാജ്യാന്തര തുറമുഖങ്ങൾ 2 അല്ലേ ഉള്ളൂ. അവിടെ കൂടെ ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുന്നത്. അതിനൊപ്പം ഈ ധാതുമണലിൻ്റെ കാര്യത്തിൽ, ഇൽമനൈറ്റിൻ്റെ കാര്യത്തിൽ സിജു, ലോകത്തിൽ നമ്പർ 1 ക്വാളിറ്റി ഇൽമനൈറ്റാണ് കേരളത്തിൻ്റെ ഇൽമനൈറ്റ്, കേരളത്തിൻ്റെ കരിമണൽ, കേരളത്തിൻ്റെ ധാതുമണൽ. അത് കഴിഞ്ഞ് 2ാം സ്ഥാനത്തേ ഉള്ളൂ ബ്രസീലിൻ്റെ ഇൽമനൈറ്റിൻ്റെ സ്ഥാനം. ആ മണലാണ് ഊറ്റിക്കൊണ്ടുപോയി വിറ്റഴിക്കാൻ, അതിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ, റെയർ എർത്ത് കോറിഡോർ ആർക്ക്? സ്വകാര്യ മേഖലയ്ക്ക്. ഇന്ന് മനോരമയിൽ നോക്കിയാൽ കാണാം, മനോരമ പത്രം സ്വന്തമാണല്ലോ അവരുടെ. അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് സുജിത് നായർക്ക്.
അതിൻ്റെ അവസാനത്തെ ചോദ്യം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സ്വകാര്യവൽക്കരണത്തിന് പിന്നാലെ പോകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എന്ന് പറയുന്നു. അപ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി, നെഹ്റു സ്വകാര്യവൽക്കരണത്തിന് എതിരായിരുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് കാര്യം? അപ്പോൾ ഞങ്ങൾ സ്വകാര്യവൽക്കരണത്തിന് പിന്നാലെ എന്ന് ഇതിനേക്കാൾ ഭംഗിയായി പറയേണ്ടതില്ലല്ലോ. ഞാൻ ആരെയും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, അതായത് ശ്രീ എം ജയചന്ദ്രൻ ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സതീശൻ്റെ ഈ ന്യായങ്ങൾക്ക് അനുസരണമായിട്ട് നെഹ്റുവിനെ കൂടി പിടിച്ചെടുക്കുകയും വളച്ചെടുക്കുകയും ചെയ്തതാണ്. രജിൻ, ഇവിടെ പ്രസക്തമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ പറഞ്ഞ മദ്യനയവുമായി ബന്ധപ്പെട്ട ഈ വിഷയം, മദ്യനികുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി തന്നെ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പഴത്തിൽ നിന്നടക്കം ഇത്തരത്തിൽ ലഹരി കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അവിടെയും എന്താണ് കുത്തകൾക്ക് അനുമതി ഇല്ലായിരുന്നു. അന്ന് സർക്കാർ എടുത്ത നിലപാടാണ് അത്. ഈ 10% താഴെയുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഫലം കിട്ടുന്നത്, അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് കേരളത്തിലെ ഈ കർഷകർക്കടക്കമായിരുന്നു. പക്ഷേ അതൊരു കാരണത്താൽ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. അവിടെയാണ് നിങ്ങൾ കുത്തകൾ, നേരത്തെ പേര് പറഞ്ഞതാണ്, ബക്കാടി എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് ജയചന്ദ്രൻ സാർ പറയുകയും ചെയ്തു. അവിടെ കഴിഞ്ഞ തവണ സർക്കാരിൻ്റെ കാലത്തും ബക്കാടി കേരളത്തിൽ LDF സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു എന്ന് അവിടെ അറിയിക്കുകയാണ് ചെയ്തത് അന്നത്തെ LDF സർക്കാർ. രണ്ടാമതാണ്, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വകാര്യ മേഖലയെ പ്രവേശിപ്പിക്കാതിരുന്ന അവിടത്തേക്കാണ് നിങ്ങൾ പുതിയ ന്യായം പറഞ്ഞുകൊണ്ട് സ്വകാര്യ മേഖലയെ കൊണ്ടുവരുന്നത്. കേരളത്തിൻ്റെ പൊന്നുവിള എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, പൊന്നിൻ വിലയുള്ള ഈ മണ്ണ് നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് അദാനിക്ക് എന്നുള്ള ചോദ്യമാണ്. വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ജനത്തിൻ്റെ. രജിൻ, എന്ത് ന്യായം പറഞ്ഞാലും ഇതിനകത്ത് എനിക്ക് സമയം തരണം. കാരണം ഞങ്ങൾ 3 പേരും, 2 പേര് രാഷ്ട്രീയപരമായിട്ടും ഒരാൾ ആങ്കർ എന്ന രീതിയിലും പല ആരോപണങ്ങളും പല ആശയങ്ങളും. ശരി, ഇതുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് VPP വളരെ വിശാലമായി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഇവിടെ നടത്തുകയും രാഷ്ട്രീയപരമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. എവിടെയാണ് PMC പദ്ധതി ഈ പറയുന്ന LDF ഗവൺമെന്റ് പിൻവലിച്ചത്? LDF ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഒരു ഈ സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് എടുത്തത് അത് നമുക്ക് കിട്ടുന്നതാണല്ലോ. ഇത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാമല്ലോ. ഇതിനകത്ത് എന്താണ്, ഞങ്ങൾ ഈ പറയുന്ന PMC പദ്ധതിയിൽ ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠ MOUമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ, ആ ആശങ്കകൾ പരിശോധിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുന്നു. ആ സമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ താൽക്കാലികമായി ഈ ഇത് നിർത്തിവെക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ്. അല്ലാതെ ഈ പറയുന്ന PM ശ്രീ പദ്ധതിയെ ഒരു വെള്ളരിപ്രാവിനെ പോലെ അവിടെ നിന്ന് VPP അതിനെ ന്യായീകരിച്ച് ഞങ്ങൾ തള്ളിക്കളഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങൾ ഒപ്പിട്ട് മരവിപ്പിച്ചു. ഇവിടെ ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു രീതിയാണ്. പല ചർച്ചകളിൽ നമ്മൾ കാണുന്നു, ഒപ്പിട്ട് മരവിപ്പിച്ച് കളഞ്ഞു. ആര് പറഞ്ഞു ഇതിന് ഒപ്പിടാൻ പോകാൻ? ഒരു കാര്യം നിങ്ങൾ തുറന്ന് സമ്മതിക്കാമോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത് ശരിയായില്ല എന്ന് ഈ കൈരളിയുടെ ചാനൽ ഫ്ലോയിൽ വന്നിരുന്നുണ്ട്. തുറന്ന മനസ്സോടുകൂടി ആ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ്, അതിന് മാപ്പ് പറയുന്നു എന്ന് VPP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറയുവാൻ സാധിക്കുമോ? അത് ഒന്നാമത്തെ ചോദ്യമായി അദ്ദേഹത്തിന് ഉന്നയിക്കുകയാണ്. കാരണം PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ ചോദ്യങ്ങൾക്കായി മറുപടി പറയേണ്ടതുണ്ട്. അല്ല, ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാനത് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ സാർ. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് പറയുന്നത്, ഡീലാണെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ്. പണ്ടത്തെ ഗവൺമെന്റ് പിണറായി വിജയൻ 6 ദിവസം മുമ്പ് നിർമ്മലാ ശ്രീരാമനെ കാണാൻ പോയതും അത് കഴിഞ്ഞ് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിടാൻ പോയതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡീൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെയാണ് തുറന്ന് സമ്മതിച്ചാണ് പോവുക. ഞങ്ങൾ ഡീൽ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഒപ്പിട്ടത്. പിന്നെ LDFിൽ നിന്നും ആ പറയുന്ന ആശങ്കകൾ വന്നു, ആശങ്കകൾ പരിഹരിച്ചു പോകാൻ വേണ്ടി നിർത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ വരുന്ന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട സമിതിയെ വെച്ചത് പരിശോധിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തള്ളിക്കളയരുതോ എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ആൾക്കാർ കേട്ടാൽ തന്നെ പരിഹസിക്കത്തില്ലേ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കേട്ട് കഴിഞ്ഞാൽ? പിന്നെ ഒന്നാമതായി ഞാനത് പറയുകയാണ്. രണ്ടാമത്തെ ഈ പറയുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രൻ മാഷ് വളരെ നമ്മളെ ബഹുമാനം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ വിശാലമായി മദ്യനയവുമായി ഒക്കെ ബന്ധപ്പെട്ട് വളരെ വിശാലമായി പറയുന്നു. എന്തായിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് മദ്യനയം? ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരാണ് 2 കലാകാരന്മാർ, ഇന്നസെന്റും KPCC ലളിതയും. എന്താണ് പറഞ്ഞത്? മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ ആ പാവങ്ങളെ കൊണ്ട് പരസ്യം ചെയ്ത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് എത്ര ബാറുകളാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ പോകുന്ന അതിന്റെ ഇരട്ടിയുടെ 3 ഇരട്ടി ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള നിയമവശം അംഗീകാരം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും ബാറുകൾ പ്രവർത്തിച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ കൊണ്ട് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ
വർദ്ധിപ്പിക്കാൻ വേണ്ടി ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്ന ഗവൺമെന്റ് ആണ് ഇപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റിനെ പഠിപ്പിക്കുവാൻ വരുന്നത്. 10 വർഷക്കാലമായിട്ട് ജയചന്ദ്രൻ മാഷിനെ പോലെയുള്ളവരൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് ആ ഗവൺമെന്റിനോട് പറയണ്ടായിരുന്നോ നിങ്ങളുടെ ശൈലി ശരിയല്ല, നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളെന്ന് തന്നെ പറഞ്ഞു, ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പരസ്യം ചെയ്തത് ഇങ്ങനെയല്ല, തെറ്റായ രീതിയിലാണ് നിങ്ങൾ പോകുന്നത്, ഇതല്ല കേരളത്തിന്റെ രീതി എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടായിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ 2016 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങൾ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ സിന്തറ്റിക് ലഹരിയുടെ മാഫിയായിട്ട് കേരളത്തെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടി ഓപ്പറേഷൻ തുഫാനുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ആ മദ്യവർജിതവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട നയങ്ങൾ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നയങ്ങൾ വരുന്നതേ ഉള്ളല്ലോ. പിന്നെ കരിമണൽ ഖനനത്തെ പറ്റി, ഞാനും ആലപ്പുഴക്കാരനാണ് ഞാനും. CMRML പോലുള്ള കമ്പനി, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരിമണലുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച ആളുകളാണ് LDF മന്ത്രിമാരായിട്ടുള്ള ഉണ്ടായിരുന്നത്. എന്നിട്ട് എവിടെയാണ്, ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് കരിമണലുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന LDF ഭരിച്ചപ്പോ ഇതുമായി ബന്ധപ്പെട്ട് CMRML എന്ന് പറയുന്നത് ഏത് പൊതുമേഖലാ സ്ഥാപനമാണ്? ഈ പറയുന്ന പ്രളയം ഉണ്ടായപ്പോ ഞങ്ങൾ പറഞ്ഞതല്ലോ, ഈ പറയുന്ന അന്നത്തെ വൈദ്യുതി മന്ത്രി തന്നെ ഫോണിലൂടെ സംഭാഷണം നടത്തിയാണല്ലോ പ്രളയം ഉണ്ടായപ്പോൾ ഈ പറയുന്ന തോട്ടപ്പള്ളി ഹാർബർ തുറക്കാത്തതിന്റെ പേരിൽ പ്രളയം ഉണ്ടായത്. അത് കരിമണൽ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ കരിമണൽ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രളയം ഉണ്ടായതെന്ന് അന്നത്തെ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി മന്ത്രി, CPM-മായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി മന്ത്രി വരെ പറഞ്ഞല്ലേ, വൈദ്യുതി മന്ത്രി വരെ പറഞ്ഞല്ലേ. അപ്പോ ആരാണ് ഈ പറയുന്ന ആളുകളെയൊക്കെ തഴുകി മുന്നോട്ട് പോയത്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് 3 വിഷയങ്ങളിലും ചോദ്യം ചോദിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിൽ 2 ചോദ്യത്തിന് ഉത്തരം VPP മുസ്തഫയും, 3ാമത്തെ ചോദ്യത്തിന് M ജയചന്ദ്രനും പറയേണ്ടത് മദ്യവുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ രജിൻ പറയുന്നതിനകത്തുള്ള പൊരുത്തക്കേടുകൾ, 1ാമത്തെ വിഷയം എന്ന് പറയുന്നാൽ നിങ്ങൾ ഇപ്പോഴും പറയുന്നതിനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കത് തുടരേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് തുടരുന്നത്? നിങ്ങൾ ശരിയായ നിലപാടെടുത്താൽ പോരെ? ഞാനല്ല മറുപടി പറയേണ്ടത്. ഏതായാലും VP മുസ്തഫ ചോദിച്ച വളരെ പ്രസക്തമായ 2 വിഷയങ്ങൾ, ഒന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ടും, 2ാമത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും രജിൻ ചില ചോദ്യങ്ങൾ CPM പ്രതിനിധിയോടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ VD സതീശൻ്റെ സ്കൂളിലാണല്ലോ പുതിയ കോൺഗ്രസ്സുകാരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവാസ്തവമായ കാര്യങ്ങൾ, വ്യാജ പ്രസ്താവനകൾ ഒരു ചമ്മലുമില്ലാതെ അപാരമായ തൊലിക്കട്ടിയോടുകൂടിയാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിമർശനവും VD സതീശൻ അധികാരത്തിലേറിയതിനു ശേഷം നടത്തുന്നില്ല. ബജറ്റിലില്ല, ധവളപത്രത്തിലില്ല, ഗവർണറുടെ നടപടികൾക്കെതിരെയില്ല. ഇതെല്ലാം ചർച്ചയായി വന്നല്ലോ. എന്താ VD സതീശൻ ബജറ്റ് അവതരണം കഴിഞ്ഞ് ഇന്നലെ മാധ്യമങ്ങളോട് നിയമസഭ പ്രസ് ഹാളിൽ വെച്ച് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ പറയുന്നത്? സിജു അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, രജനും കേട്ടിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്? കേന്ദ്രവുമായി ഞങ്ങൾ ഏറ്റുമുട്ടലില്ല. ഇത് അദ്ദേഹം മാത്രമല്ല പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ റോജി M ജോൺ പറയുന്നത് എന്താ? ഗവർണറുമായോ കേന്ദ്രവുമായോ ഞങ്ങൾ ഏറ്റുമുട്ടലില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് ഔദാര്യമല്ല, ഞങ്ങളത് വാങ്ങിച്ചെടുക്കും. ഇതെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇത് തന്നെയല്ലേ PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് അന്ന് പിണറായി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം? മോഡി സർക്കാർ തുടരുന്ന നയങ്ങൾ ശരിയല്ല, ഫെഡറൽ സമീപനങ്ങൾ അട്ടിമറിക്കുന്നതാണ്. അതിനെതിരെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും എല്ലാം ചേർന്ന് ഡൽഹിയിൽ പോയി സമരം നടത്തി. LDF ഭരണത്തിന്റെ കാലത്ത് ഇന്ത്യയിലെ മിക്കവാറും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളെല്ലാം അവിടെ വന്നു. കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാവരും വന്നു. ആ സമരത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസിൽ ന്യായമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് അത് വിശാലമായ 7 അംഗങ്ങളുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ പരിശോധനയ്ക്ക് വിട്ടു. ഇങ്ങനെയെല്ലാം കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രീയമായും നിയമപരമായും പോരാട്ടം നടത്തിക്കൊണ്ട് തന്നെ കേരളത്തിന് കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ദൗർഭാഗ്യവശാൽ എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയിലെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ വലിയ മാറ്റമുണ്ടായി. കേരളത്തിലെ 70% സ്കൂളുകൾക്ക് പുതിയ നല്ല കെട്ടിടങ്ങൾ ഉണ്ടായി. രജിം പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ പോയി നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. എത്ര നല്ല കെട്ടിടങ്ങൾ, ആശുപത്രികൾ എല്ലാം മാറി വന്നു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് വാങ്ങണം. ആ ഒരു കാഴ്ചപ്പാടിലാണ് PM ശ്രീയിൽ MOU ഒപ്പിടാൻ നിർബന്ധിതമായത്. പക്ഷേ അത് രാഷ്ട്രീയമായി വിവാദമായി
LDF മുന്നണിക്കകത്ത് ചർച്ച വന്നു, അത് മരവിപ്പിക്കാൻ തീരുമാനിച്ചു, അവിടെ നിന്നു. ആ PMശ്രീയിൽ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല രജനെ, നിങ്ങൾക്കറിയാമല്ലോ അത്. ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. PMശ്രീയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് ചെയ്യേണ്ടത് ഒന്ന് കരിക്കുലത്തിലെ മാറ്റമാണ്, സിലബസിലെ മാറ്റമാണ്. കേരളത്തിൽ വരുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാഠപുസ്തകം? നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്ക്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കേരള സിലബസിലെ പാഠപുസ്തകങ്ങളിൽ ഇതാ നിങ്ങൾ PMശ്രീയിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായി ഇന്ന പാഠഭാഗങ്ങൾ മാറ്റം വരുത്തി ഉണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകൾ PMശ്രീ സ്കൂളാക്കാൻ തെരഞ്ഞെടുത്ത് ലിസ്റ്റ് കൊടുത്തോ? അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ബോർഡെങ്കിലും മാറ്റിയോ? PMശ്രീയിൽ അവർ ഏറ്റവും ആവശ്യപ്പെടുന്ന അതാണ്. നരേന്ദ്രമോദിയുടെ മുഖവും വെച്ച് തലയും വെച്ചിട്ട് സ്കൂളുകളുടെ പേര് PMശ്രീ ആക്കണം. എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പോഴും അത് ഉള്ളത് ആകെ 10-30 സ്കൂളുകളാണ്. അത് നവോദയ വിദ്യാലയങ്ങളും അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങളും മാത്രമാണ് PMശ്രീയിലുള്ളത്. മറ്റൊന്നുമില്ല രജിൻ. ഇത് വാസ്തവമായിരിക്കെ പിന്നെ നിങ്ങൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങളുടെ നിലപാടല്ലേ നിങ്ങൾ പറയേണ്ടത്, നിങ്ങളുടെ നിലപാടല്ലേ നിങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടല്ലേ നിങ്ങൾ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തത് തന്നെ നിങ്ങൾ തുടരുന്നത് എന്തിനാണെന്ന്? ഞങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ കിടന്ന് വോട്ട് വാങ്ങിച്ച് നിങ്ങൾ അധികാരത്തിൽ വന്നു. എന്നിട്ട് പിന്നെ നിങ്ങൾ മാപ്പ് പറ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ഞങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞില്ലേ നിങ്ങൾ ഈ നിലപാട് പറഞ്ഞിട്ട്? എന്നിട്ട് പിന്നെ നിങ്ങൾ ആ നിലപാട് തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരെ പറ്റിച്ചു എന്നാ? നിങ്ങൾ കള്ളം പറഞ്ഞ് വ്യാജ പ്രസ്താവന നടത്തി ഈ ജനങ്ങളെ പറ്റിച്ചു എന്നല്ലേ? നിങ്ങൾക്ക് തൽക്കാലം അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് CPM BJPയുമായിട്ട് RSSുമായിട്ട് ഡീൽ ഉണ്ടാക്കിയെന്ന് കള്ള പ്രചരണം നടത്തി ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷവാദികൾക്കുമിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി അവരുടെ വോട്ട് വാങ്ങിച്ചു വന്നിട്ട് ഇപ്പൊ അധികാരത്തിലേറിയപ്പോൾ നിങ്ങൾക്ക് PMശ്രീ വേണം, നിങ്ങൾക്ക് RSSുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല. ഞാൻ അവിടെ നിർത്തുന്നു ആ വിഷയം. രണ്ടാമത്തത് സിജു, ഈ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ എടുത്ത നിലപാട്? നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഇന്നലെ ബജറ്റ് അവതരിപ്പിക്കുന്നു, ആദ്യത്തെ ബജറ്റാണല്ലോ. ആ ബജറ്റിൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ പിന്നെ ടാക്സ് കുറക്കുന്നു. അത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ടാക്സ് കുറക്കുന്നു എന്നുള്ളൊരു നിലപാടെടുത്താൽ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഊർജ പ്രതിസന്ധി. ആ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ പെട്രോളും ഡീസലും മാത്രം ആശ്രയിച്ച് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ യുദ്ധം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എത്ര വലിയ രൂക്ഷമായ. അതുകൊണ്ട് പെട്രോൾ ഡീസൽ പോലെയുള്ള പരമ്പരാഗത വിഭവങ്ങൾക്ക് പകരം ഊർജ മേഖലയിൽ പുതിയ സ്രോതസ് പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ടാക്സ് ഞങ്ങൾ കുറക്കുന്നു. അതിനൊരു ന്യായം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. പെട്രോൾ ഡീസലിന്റെ വില കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ 115 രൂപയിലെത്തിയിരിക്കുന്നു. വലിയ വിലക്കയറ്റത്തിന് കാരണമാകുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ്. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് കൂടിയാണ്. അതുകൊണ്ട് ഇതാ ഈ കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വിലക്കയറ്റം ഉണ്ടാക്കിയതിലൂടെ കേരള സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതി വരുമാനത്തിൽ ഇത്ര % ഞങ്ങൾ കുറക്കുന്നു. അതിനൊരു ലക്ഷ്യമുണ്ട്, വിലക്കയറ്റം കുറക്കാൻ, ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ. രജനെ, നിങ്ങൾ എന്തിനാണ് ഈ വീര്യം കൂടിയ മദ്യത്തിന്റെ നികുതി കുറച്ചത്? അതിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ ഉപഭോക്താവ്, അതിന്റെ ബെനഫിഷ്യറി ആരാണ്? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് കുറച്ചതിലൂടെ ആർക്കാണ് ഗുണം ലഭിക്കുന്നത്? മദ്യപന്മാർക്കാണോ? അതല്ല മദ്യ കമ്പനികൾക്കാണോ? അപ്പൊ മദ്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട്, കോർപ്പറേറ്റ് കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ ടാക്സ് കുറച്ചതിന്റെ കാര്യം 251% ശരിയാണ്. ഞങ്ങൾ നിയമം നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് 2022 തുടർ ഭരണം കിട്ടിയപ്പോൾ 2022 നയം പ്രഖ്യാപിച്ച് ഗവൺമെന്റ് ഓർഡറായിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ജിയോണ് ലഭിക്കും നമുക്ക് പൊതു മദ്യത്തിൽ. ചോദ്യമാണ് പ്രസക്തം. VPP ഒരുപക്ഷെ രജിൻ ആ മറുപടി പറഞ്ഞു തന്നെ പോകുന്നതാണ് നല്ലത്. എന്തിനാണ് ഇലക്ട്രിക്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി വളരെ യുക്തിഭദ്രമായി അവതരിപ്പിച്ചാണ്, ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിലാണ്. ഇവിടെ എന്തിനാണ് നിങ്ങൾ ഈ 251 നിന്നും 120% കുറച്ചത്? വളരെ ലളിതമായ ചോദ്യം. രജിൻ, നോക്കൂ, VPP ഇവിടെ വളരെ വിശാലമായി തന്നെ VPP ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ കാര്യങ്ങളിലെല്ലാം സെൽഫ് ഗോൾ ആയിട്ട് മാറിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് അത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറയുന്നത് PMശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട് കളഞ്ഞതാണ്, അല്ലെങ്കിൽ മരവിപ്പിച്ചു. എവിടെയാണ് മരവിപ്പിച്ചു എന്നുള്ളത്? താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
താൽക്കാലികമായി നിർത്തിവെക്കുന്നു, സമിതിയുടെ മായി ബന്ധപ്പെട്ടുള്ള സമിതികളെ രൂപീകരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആരും പറയുന്നില്ലല്ലോ. ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും പ്രതിപക്ഷം പറഞ്ഞോ PM3 പദ്ധതിയുമായി സ്കൂൾ തിരഞ്ഞെടുത്തെന്നോ, പാഠപുസ്തകങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയെന്നോ, കരിക്കുലത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ആരാണ് VPP? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ആരാണ് VPP ഇതിനകത്ത് ഈ പറയുന്ന PM3 പദ്ധതിയിൽ ഒപ്പിടണമെന്ന് നിർബന്ധപ്പെട്ട കേരളത്തിലെ ഏതെങ്കിലും CPM-ന്റെ നേതാക്കന്മാരുണ്ടോ? ഈ മന്ത്രിസഭയിൽ ഏതെങ്കിലും പൊതുജനങ്ങൾ പറഞ്ഞോ ഈ പറയുന്ന PM3 പദ്ധതി? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം M സ്വരാജ് തന്നെ പറഞ്ഞ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അതായത് LDF കുഴിച്ചു മൂടിയ ഒരു സാധനം പിന്നെന്തിനാണ് നിങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ആ കാലത്ത് നിങ്ങൾ രാഷ്ട്രീയം ഉപയോഗിച്ചല്ലേ? നിങ്ങളെടുത്ത് കടലിലെറിയണ്ടേ? നിങ്ങളെടുത്ത് കടലിലെറിയുന്നതിന് പകരം തലയിലേറ്റി നടക്കുന്നത് എന്തിനാണ്? എവിടെയാണ് കുഴിച്ചുമൂടി എന്ന് പറയുന്നത്? PM3 പദ്ധതിയിൽ പോയി ഒപ്പിട്ടത് രൂപ വാങ്ങിയോ? എന്തിനാണ് രജിൻ കേരളത്തിലെ മന്ത്രിസഭ പോലും അറിയാതെ, LDF പോലും അറിയാതെ, അവരുടെ ഘടകകക്ഷികൾ പോലും അറിയാതെ PM3 പദ്ധതിയിൽ പോയി ഒപ്പിടണം, അല്ലെങ്കിൽ MOU ഒപ്പിടണം എന്നുള്ള ധാർമ്മികത നമ്മൾ പറയുന്നത് എന്താണ്? പിന്നെന്തിനാണ് PM3? ആദ്യം ചെയ്യേണ്ടിയിരുന്നിടത്ത് കളയുകയായിരുന്നില്ലേ? ആദ്യം എടുത്ത് കടലിൽ തള്ളുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതായിരുന്നില്ല നിങ്ങളുടെ നിലപാട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്നിട്ട് വന്നിരുന്ന് കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇന്ന് നിർബന്ധരായി തീരുന്നു പറയുന്നത് അല്ല രാഷ്ട്രീയ നിലപാട്. അതല്ല രാഷ്ട്രീയ നിലപാട്. ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ്, ഒരു 10 വർഷക്കാലം കേരളം ഭരിച്ചുപോയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഒപ്പിട്ട് MOU ഒപ്പിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ട് വന്ന് നിൽക്കുകയാണ്. ആ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തണ്ടായോ? കേരളത്തിൽ എന്തെല്ലാം കേരളത്തിലെ കരിക്കുലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, പാഠ്യപദ്ധതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പരിശോധന നടത്തണ്ടായോ? നിങ്ങൾ ഒപ്പിട്ടതോ നിങ്ങൾ ചെയ്ത രീതിയാണ് ഇന്നലെ KM ഷാജിയിൽ നിന്നായാലും VD സതീശൻ അടക്കമുള്ളവർ ഇതാ കേട്ടോണ്ടിരുന്നത്. ആ വിഷയം വെറുതെ പറഞ്ഞ് ഇനി നാറാൻ നിൽക്കേണ്ട രജിൻ. ഈ ചോദ്യം ഇപ്പോൾ VPP ചോദിച്ച ചോദ്യം, എന്തിനാണ് നിങ്ങൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത്? എന്തിനാണ്? ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയും. എന്തിനാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിങ്ങൾ കുറച്ചത്? സർക്കാരാണ് ഇവിടെ നാറി നിൽക്കുന്നത്. മുൻ സർക്കാരാണ് ഇവിടെ നാറി നിൽക്കുന്നത്. ഇത് ചോദ്യത്തിൽ ഉത്തരം പറയൂ രജിൻ. എന്തിനാണ് നികുതി കുറച്ചത്? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിങ്ങൾ എന്തിനു കുറച്ചു? നിങ്ങൾ എന്തിനു നികുതി കുറച്ചു? ഇവിടെ സിജു, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. ഒരു ഗവൺമെന്റ്, കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് അധികാരത്തിലിരുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എക്സൈസ് മന്ത്രി ഇവിടെ ബ്ലൂബെറി എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് പോയപ്പോ ഇവിടെ പറഞ്ഞൊരു വാക്കുകളുണ്ട്. ആ വാക്കുകൾ തന്നെ ഞാൻ അങ്ങ് പറഞ്ഞു കളയാം. എന്താണ്? നമുക്ക് ഈ പറയുന്ന വിദേശ മദ്യങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ ബുദ്ധിമുട്ടുകളാണ്. സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മദ്യ നിർമ്മാണശാല അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത് LDF-ന്റെ ഗവൺമെന്റിലെ ഒരു മന്ത്രിയാണ്. അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ഒരു മന്ത്രിയാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്. അതായത് കർണാടകത്തിലെ ലോബി പോകുമ്പോൾ ഇവിടെ വേണമെന്ന് പറഞ്ഞത് ന്യായമാണ്. അതിനിപ്പോ അരിയും പച്ചക്കറിയും സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇവിടെ മദ്യശാലകൾ വേണമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ട് വന്നിരുന്നാണ് നിങ്ങൾ ഈ പറയുന്ന മദ്യത്തിന്റെ, അതായത് ലഹരി കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടത്തുന്നത്. ഇവിടെ മദ്യം ഉണ്ടാക്കുന്ന നിർമ്മാണശാലകൾ കൂട്ടിക്കൊണ്ടുവരണം. കാരണം ഇവിടെ മദ്യ നിർമ്മാണശാലകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ മദ്യനയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കണ്ടുകൊണ്ട് പോയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ആൾക്കാരായി വന്നിരുന്നുകൊണ്ടാണ് ഈ പറയുന്ന ഇതിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പറയട്ടെ. പറഞ്ഞോളൂ ശ്രീ VPP. സിജു, അദ്ദേഹം കിടന്ന് ഉരുളുകയാണ്. നമ്മുടെ ചോദ്യം ഡയറക്റ്റ് ആയിരുന്നു. ഒന്ന് ഞാൻ ആദ്യം പറയുന്നു, ഇനി രജിൻ പറയുന്നത് പോലെ വാദത്തിന് അംഗീകരിക്കുന്നു. ശരി, ഞാൻ അങ്ങനെ ഉണ്ട് എന്നല്ല. രജിൻ അതേ വാദം ഇങ്ങനെ കിടന്ന് വല്ലാതെ ചെളിയിൽ ഉരുളുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, PM3 ഞങ്ങൾ ഒപ്പിട്ടു, ഞങ്ങൾ നടപ്പിലാക്കി. അതിനെക്കുറിച്ചല്ലേ നിങ്ങൾ വിമർശിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ? അതല്ല നിങ്ങളുടെ നയമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ PM3 നടപ്പിലാക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നെ അധികാരത്തിൽ വന്നിട്ട് എന്തിനാണ് ഞങ്ങളുടെ സർക്കാർ എടുത്ത നടപടി നിങ്ങൾ തുടരുന്നത്? നിങ്ങളത് അവസാനിപ്പിക്കുന്നത്? ഞാൻ രജനോട് ചോദിച്ചല്ലോ വളരെ കൃത്യമായിട്ട്, നിങ്ങൾ ആ MOU-ൽ നിന്ന് ഞങ്ങൾ ശരി പിന്മാറിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഞാനല്ല, കൃത്യമായിട്ട് പിന്മാറിയതാണ്. ആ പിന്മാറിയ കാര്യം കേന്ദ്ര മനുഷ്യവിഭവശേഷി മന്ത്രാലയം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായിട്ട് കൊടുത്തതാണ്. അതൊക്കെ രജിൻ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്, മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടതാണ്.
സുപ്രീം കോടതിയിൽ കൊടുത്ത ഈ ഫെബ്രുവരി മാസത്തിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ പറയുകയാണ് കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കുന്നില്ല. ആ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ SSK വിഹിതം കൊടുക്കാത്തത്. ഇത് കേന്ദ്ര സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയിലുള്ളതാണ്. ഇനിയും രജനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ല നിങ്ങൾ ഏടെ പിന്മാറിയത് കേന്ദ്ര സർക്കാർ തന്നെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് സിജു ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ തീർത്തോളാം ഒറ്റ പോയിന്റേ ഉള്ളൂ അവിടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ MOUയിൽ നിന്ന് പിന്മാറിയാൽ ഈ സർക്കാരിനെ പിരിച്ചുവിടില്ല, നിങ്ങളെ തൂക്കിക്കൊല്ലില്ല. കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളുടെ കാലത്തും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ കാലത്തും കിട്ടില്ല എന്നേ ഉള്ളൂ. കുറച്ച് കോടി ഉറുപ്പിക കിട്ടില്ല. എന്തേ നിങ്ങൾ കുറച്ച് നിലപാടെടുക്കാൻ കഴിയാത്തത്? നിങ്ങൾ എന്തേ ഞങ്ങളെന്ന് വെറുതെ പ്രസംഗത്തിലെ പ്രയോഗം മാത്രമാണത്, അത് ഭരിക്കുമ്പം പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതല്ലേ ഇരട്ടത്താപ്പ്? അതൊന്ന്. രണ്ട്, ഇനി മദ്യത്തിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാറിന്റെ എണ്ണം പറഞ്ഞല്ലോ. പിന്നെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ ബാർ ഉണ്ടായിരുന്നില്ലേ? 748 ബാർ ഉണ്ടായിരുന്നു രജനെ. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് തൊട്ട് 2015 വരെ കേരളത്തിൽ 748 ബാർ ഉണ്ടായിരുന്നു, ലൈസൻസ് ഉള്ള ബാർ ഉണ്ടായിരുന്നു. 306 ചില്ലറ മദ്യവിൽപ്പനശാലകൾ, ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ 306 എണ്ണം. ഇങ്ങനെ 1000-ലേറെ സ്ഥാപനങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 4-4.5 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്നു. 2015 സംഭവിച്ചത് എന്താ? VM സുധീരൻ KPCC പ്രസിഡന്റ് നിങ്ങളുടെ 2014-15 മദ്യനയം ചർച്ച ചെയ്യുന്നു. അതിനെ കുറിച്ച് VM സുധീരനും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കമുടലെടുത്തു. VM സുധീരൻ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അദ്ദേഹം ഭരണത്തെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയെക്കുറിച്ച്, ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ സംശയം പോലും അഴിമതിയുടെ നിഴലിൽ നിർത്തി. അങ്ങനെ വന്നപ്പോൾ തന്റെ ഇമേജ് കാക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് ഈ ബാറുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. പുതിയ ചട്ടം കൊണ്ടുവന്നു. നിങ്ങൾ ബാർ കൊടുക്കില്ലേ എന്നല്ല തീരുമാനിച്ചത്, ഇനി കേരളത്തിൽ ബാറേ അനുവദിക്കില്ല എന്നല്ല രജനെ തീരുമാനിച്ചത്. എന്താ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഭേദഗതി? അതുവരെ 3 സ്റ്റാർ ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് കൊടുത്തിരുന്നതെങ്കിൽ ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ 3 സ്റ്റാറിന് മുകളിലുള്ള ഫെസിലിറ്റി ഉണ്ടാകണം. ആ ഫെസിലിറ്റി വന്നാലേ കൊടുക്കുള്ളൂ. എന്ന് മാത്രമല്ല, ഈ 728 ബാറുകളുടെ ലൈസൻസ് നിങ്ങൾ റദ്ദാക്കിയപ്പോൾ അത് മുഴുവൻ പൂട്ടി താഴിട്ടോ. അവിടെ എന്ത് കൊടുത്തു നിങ്ങൾ പകരം? ബിയർ ആൻഡ് വൈൻ പാർലർ കൊടുത്തു. ബിയർ ആൻഡ് വൈൻ പാർലർ കൊടുത്ത് ഈ 728 ഹോട്ടലുകളും പ്രവർത്തിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, പഴയ ബാർ ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പദവി 5 സ്റ്റാർ ആക്കണം, അല്ലെങ്കിൽ 4 സ്റ്റാർ ആക്കണം, 3 സ്റ്റാറിന് മുകളിലാക്കണം. 2016 നിങ്ങളുടെ ഗവൺമെന്റ് പോയി. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴേക്കും ഈ 728 ഹോട്ടലുകളും അവരുടെ സ്റ്റാർ 4 സ്റ്റാറോ 5 സ്റ്റാറോ ആക്കി. നിങ്ങൾ ഉണ്ടാക്കിയ നിയമപ്രകാരം അവർക്ക് പിന്നെ ലൈസൻസ് കൊടുക്കണം. അങ്ങനെയല്ല ലൈസൻസ് കൊടുക്കേണ്ടി വന്നത്. 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ പോകുമ്പോൾ 29 5 സ്റ്റാർ ഹോട്ടൽ ബാറുകൾ, 748 ഈ പറഞ്ഞ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, 306 ബീവറേജ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാല, ഇത്രയും കേരളത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ മദ്യം വിറ്റിട്ട് തന്നെയാ പോയത്. അതിപ്പോ 883 ആയിട്ടുണ്ട് ബാറിന്റെ എണ്ണം. ഒരു സെക്കൻഡ്, അതായത് അല്ല, രജിൻ ചന്ദ്രനോട് ചോദിച്ചു, ഈ മദ്യം ഒഴുക്കിയപ്പോൾ കഴിഞ്ഞ സർക്കാർ എവിടെയായിരുന്നു MJ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെന്നൊരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം ഓർത്തിരിക്കുന്നുണ്ട് തോന്നുന്നു MJ ചന്ദ്രൻ. അതെ, താങ്കളോടാണ്. രജിൻ നേരത്തെ ചോദിച്ചു, കഴിഞ്ഞ സർക്കാർ ആയിരുന്നല്ലോ ഇവിടെ വലിയ തരത്തിൽ മദ്യം ഒഴുക്കിയിരുന്നത്, എന്നിട്ട് താങ്കൾ എവിടെയായിരുന്നു, താങ്കൾ ഉൾപ്പെടെയുള്ളവർ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം രജിൻ നേരത്തെ ചോദിച്ചിരുന്നു. അല്ല, രജിന് ഇപ്പോൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന രജിൻ്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും രജിൻ പഠിക്കാൻ കൂട്ടാക്കുന്നതേയില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. പെട്ടെന്ന് അത് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. പിന്നെ രജിൻ പറഞ്ഞു, കരിമണൽ
CMRL എന്ന കമ്പനി കരിമണൽ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. കരിമണൽ ഖനനത്തിനുള്ള അവകാശം ഉള്ള കമ്പനി എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡ് IRE ലിമിറ്റഡ്, IREL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കമ്പനി. മറ്റൊന്ന് കേരള സംസ്ഥാന ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള KMML കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ രണ്ട് കമ്പനിക്കല്ലാതെ സിജു മറ്റൊരു കമ്പനിക്കും കരിമണൽ ഖനനത്തിന് അവകാശമില്ല. നാളിതുവരെ ഈ KMMLോ IRELോ അല്ലാതെ ഗവൺമെൻറ് കമ്പനികളല്ലാതെ മറ്റാരെങ്കിലും സ്വകാര്യമായി കരിമണൽ ഖനനം ചെയ്തു എന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പിണറായിക്കും കുടുംബത്തിനെതിരെ രൂക്ഷമായി വാദപ്രതിവാദം നടത്തി നടക്കുന്ന കുഴൽനാടിൽ പോലും ആക്ഷേപമില്ലാത്ത ആക്ഷേപമാണ് രജിനസ് ഉണ്ണിത്താൻ ഇവിടെ വന്ന് പറയുന്നത്. എന്തൊരു വിചിത്രമായ കാര്യമാണ്. സംസ്ഥാന പൊതുമേഖലാ കരിമണൽ കടത്തിക്കൊണ്ടുപോയതിന്റെ കാര്യമാണ്. ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിലെ തുറക്കാത്തതിന്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ബഹളം ഉണ്ടാക്കുന്നേ ബഹളമല്ലല്ലോ ഉണ്ടാക്കുന്നത്. കാര്യം പറഞ്ഞല്ലോ. അപ്പുറത്തെ ഒച്ചയെടുക്കാൻ എനിക്കറിയാം കേട്ടോ. താങ്കൾ സംസാരിച്ചോളൂ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ സംസാരിച്ചോളൂ. അല്ല പ്ലീസ് സിജു, ഇവിടെ പാനലിസ്റ്റുകൾ സ്വന്തമായിട്ട് സമയം വീതിച്ചെടുക്കുന്ന പണിയല്ലല്ലോ ഒരു ചാനൽ ചർച്ചയിൽ നടക്കുന്നത്. എന്നാൽ പിന്നെ ആങ്കർ എന്നുള്ള ഒരാളുടെ ആവശ്യമുണ്ടോ? ആങ്കറാണ് സമയം നൽകുന്നത്. അതുകൊണ്ടാണ് സിജു എനിക്ക് തരുന്ന സമയത്ത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ആ മര്യാദ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട് മറു പാനലിസ്റ്റിൽ നിന്ന് കേട്ടോ. അതുകൊണ്ട് പറയുകയാണ്. അതൊരു കാര്യം. മറ്റത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു VPP. എങ്കിലും ഈ 2014 ഓഗസ്റ്റ് 21 ആ തീയതിയുടെ പ്രത്യേകത? ബാറുകൾ കൂട്ടത്തോടെ പൂട്ടാനും ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കാനുള്ള ചരിത്രപരമായ നയപ്രഖ്യാപനം UDF യോഗത്തിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നു. ആ തീയതിയുടെ പ്രത്യേകത അതാണ്. അത് കഴിഞ്ഞ് 2014 അതേ വർഷം ഓഗസ്റ്റ് 27 ഓഗസ്റ്റ് 27 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ ഈ കാര്യത്തിന് UDF യോഗത്തിൽ പ്രഖ്യാപിച്ച ഈ കാര്യത്തിന് ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റ് അപ്രൂവൽ ലഭിക്കുന്നത് 2014 ഓഗസ്റ്റ് 27 അത് പ്രകാരം 2014 സെപ്റ്റംബർ 1 സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ബാറുകൾക്ക് എല്ലാം ഷട്ടറിട്ടു. മറ്റേ നേരത്തെ പൂട്ടിയത് പൂട്ടി, പുതുതായിട്ട് ഇനിയൊന്നും കൊടുക്കേണ്ട, സുധീരനെ വെല്ലാനാണ്. അങ്ങനെ മൊത്തത്തിൽ തീരുമാനമെടുത്ത് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. ഇതല്ലേ നടന്നത്? അന്ന് അതിൻ്റെ പേരിലല്ലേ ബാർക്കോഴ കേസ് ഉത്ഭവിക്കുന്നത്. അതൊക്കെ കൂടെ പറയാൻ പോയാൽ ഈ ന്യൂസ് ആൻഡ് വ്യൂസ് 10 മണി വരെ നീട്ടേണ്ടി വരും. ഈ ബാർക്കോഴ കേസ് ഉണ്ടായത് എങ്ങനെയാണ്? ഇതാണ് ബാർക്കോഴ കേസിൻ്റെ അടിസ്ഥാനം. ഉമ്മൻചാണ്ടി സുധീരൻ തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ പരിണിത ഫലമാണ് ബാർക്കോഴ കേസ് എന്ന കേരളത്തിലെ ഏറ്റവും കറുത്ത UDFൻ്റെ ചരിത്രത്തിൽ ഇന്നും കറുത്ത പൊട്ടായി കിടക്കുന്ന ആ സംഭവത്തിന് നിമിത്തമായത് ഇതാണ്. അപ്പം അതുകൂടെ പറയിപ്പിക്കണമെങ്കിൽ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഡേറ്റ് ഉൾപ്പെടെ ഞാൻ പറയാം. അതാണ് അതിൻ്റെ വസ്തുത. ശരി ശ്രീ രജിൻ, നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ പല പേരുകളും നമ്മൾ ഇതിനകത്ത് വലിച്ചേക്കേണ്ട കാര്യമില്ല. സുധീരൻ്റെ നിലപാട് എന്തായിരുന്നു എന്നും അന്ന് എന്താണ് നടന്നതെന്നും 420 ബാറുകൾ പൂട്ടി അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഒറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് നിങ്ങൾ ഈ 120% നികുതി കുറച്ചെന്നുള്ള ലളിതമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് ചർച്ചയിലേക്ക് വരാം. ലളിതമായ ചോദ്യം. അതെ, ഞാൻ കാട് കയറുന്നില്ല. ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറയാനുള്ളത്. എന്താ അറിയാമോ, ജയചന്ദ്രൻ മാഷി ഇവിടെ പറഞ്ഞത് കരിമണൽ ഖനനത്തെ പറ്റിയാണെങ്കിൽ
ഞാനിവിടെ പറഞ്ഞ കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട് ഖനനം ചെയ്ത കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട് CMR പറ്റിയും കരിമണൽ കർത്തയെ പറ്റിയൊക്കെ പറയുമ്പോൾ സാർ എന്തിനാ എത്ര ബേജാറാവുന്നത്? കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള അസ്വസ്ഥത കൊണ്ടാണോ അദ്ദേഹം ഇത്രയും ബേജാറായി പോകുന്നത്? ആ പേരുകൾ പറഞ്ഞത് മാത്രം അദ്ദേഹം ആ പോയിന്റിലേക്ക് കടന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. കരിമണൽ ഖനനത്തെ പറ്റിയല്ല പറഞ്ഞത്, കരിമണൽ കർത്തയുടെയും CMR-ന്റെയും പറ്റി ആണ് പറഞ്ഞത്. ചർച്ചയിൽ ഇടപെട്ടതിന്റെ കാരണം ഒരു ചർച്ചയിൽ വരുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ 3 വിഷയങ്ങൾ അവതാരകൻ എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ച ചോദ്യം എന്താണ്? ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? 10 വർഷമായി കേരളത്തിന്റെ കരിമണൽ മേഖലയിലേക്ക് ഒരു സ്വകാര്യ മേഖലയ്ക്ക് കടന്നു കയറാൻ അവസരം ഉണ്ടായിരുന്നില്ല. ഇവിടെ 10 വർഷത്തിന് ശേഷം സ്വകാര്യ മേഖലയ്ക്ക് അവസരം കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ്? ആ സംശയം ജനങ്ങൾക്കുണ്ട്. അതിന് മറുപടി വേണ്ടേ? അതാണ് ചോദ്യം. അതല്ലാതെ അതിന് വേണ്ടി തോട്ടപ്പള്ളിയിൽ അതൊക്കെ പറഞ്ഞു പോകുന്നതിന്റെ പ്രശ്നമുണ്ട്. ചോദ്യങ്ങൾ രണ്ടാമത്തത്, എന്തിനാണ് നികുതി കുറച്ചത്? അല്ല, എന്തിനാണ് നികുതി കുറച്ചത് മദ്യത്തിന്റെ? ആ ചോദ്യത്തിന് പറഞ്ഞോ. ഒരു കാര്യത്തിനെ ന്യായീകരിച്ച് ഒരാളെ കുറ്റപ്പെടുത്തുവാൻ ഇറങ്ങുമ്പോ ഞങ്ങൾ എത്ര ശരിയാണ് എന്ന് ആലോചിച്ചിട്ട് വേണം വരവാൻ. VPP ഇവിടെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 4.5 വർഷമായി ഇത്ര ബാറുകൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇത്രയും ബാറുകൾ നിർത്തലാക്കി. പിന്നീട് വന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മദ്യനയം എന്തായിരുന്നു? ഈ കുറച്ച ബാറുകൾ പുനഃക്രമീകരിച്ച് പുതിയ ബാറുകൾ ഉണ്ടാക്കി കേരളത്തിലെ മുഴുവൻ മദ്യം ഒഴുക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു ഗവൺമെന്റ് വന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം? അതായത് കഴിഞ്ഞ 10 വർഷമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച മദ്യനയം, ആ മദ്യനയം എന്ന് പറയുന്ന ബാറുകളുടെ 3 സ്റ്റാർ ബാറുകൾ തൊട്ട് മേളോട്ടുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ബാക്കി ബാറുകളുടെ ലൈസൻസ് എടുത്തു കളയുകയും ചെയ്ത് ഇവിടുത്തെ ഒരു മദ്യനയം കൊണ്ടുവന്നു. ആ മദ്യനയത്തെ മൊത്തം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ മുക്കിന് പഞ്ചായത്തുകളിൽ വരെ ബാർ അനുവദിച്ച് മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റ് ആണ് നമുക്ക് മുന്നിലുള്ളത്. ഞാൻ സാറിനോട്, ജയചന്ദ്രൻ മാഷിനോട് വ്യക്തമായി ക്ലിയർ ആയിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. അദ്ദേഹം ഈ പറയുന്ന ലഹരി കുറഞ്ഞ മദ്യങ്ങളുടെ നികുതിപ്പണം എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റിനെ വളരെ രൂക്ഷമായി വിമർശിപ്പിക്കുമ്പോ കഴിഞ്ഞ ആ ഗവൺമെന്റ്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു മദ്യനയം കൊണ്ടുവരികയും ആ മദ്യനയം അവിടെ നിൽക്കുമ്പോൾ ആ മദ്യനയത്തെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിന് മുക്കിന് ബാർ അനുവദിക്കുവാൻ പോയ ആ ഗവൺമെന്റ് മുസ്തഫയും M ജയചന്ദ്രൻ ചോദിച്ച ചോദ്യത്തിന്, ആ ലളിതമായ ചോദ്യത്തിന് ഇതുവരെ രജിൻ മറുപടി പറഞ്ഞു. ഏതായാലും വളരെ വേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ശ്രീ VP മുസ്തഫ, എന്തായാലും ചോദിച്ച ചോദ്യത്തിന് രജിൻസി മറുപടി പറയുന്ന രജിൻ, അതായത് എന്തിനാണ് നികുതി കുറച്ചതെന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നേരത്തെ ചില കാര്യങ്ങൾ ബാർക്കോഴയുടെ ഉത്ഭവം എന്നതിനെ സംബന്ധിച്ചൊക്കെ ജയചന്ദ്രൻ സാറ് പറയുകയും ചെയ്തു. എന്തിനാണ് നികുതി കുറയ്ക്കുന്നതെന്നുള്ള കൃത്യമായൊരു ബോധ്യം ഒരുപക്ഷെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ടതുണ്ട്. വളരെ കൃത്യമായൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹോർട്ടി വൈൻ എന്ന് പറഞ്ഞ് ഉൽപ്പാദിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ലഹരി കുറഞ്ഞ മദ്യം എന്ന അർത്ഥത്തിലൊരു വ്യാഖ്യാനം കൊടുക്കാൻ രജിൻ സി ഉണ്ണിത്താനും മറ്റ് കോൺഗ്രസ് നേതാക്കളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ചർച്ചയ്ക്ക് പരിമിതിയുണ്ട്, ചർച്ചയുടെ സമയം അവസാനിക്കാൻ വരുന്നു. പക്ഷേ എന്തിനാണ് നികുതി കുറച്ചത്? എന്താണ് ഇവരുടെ ലക്ഷ്യം? എവിടെയായിരുന്നു സതീശൻ്റെ ചർച്ചകൾ നടന്നത്? ആ കർണാടക യാത്ര, ആ കർണാടക ലോബി എന്താണ് ഉദ്ദേശിക്കുന്നത്? VD സതീശൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് പക്ഷേ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. ശ്രീ VPP. കൃത്യമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള വലിയ ഫണ്ട് വന്നത് കർണാടകത്തിൽ നിന്നാണ്. ആ കർണാടക കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ് ബക്കാടി എന്ന് പറയുന്ന കമ്പനി. അവർക്കാണ് ഈ ലോ ആൾക്കഹോൾ മദ്യത്തിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ കുത്തകയുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട അവരുടെ ഡിസ്റ്റിലറികൾ ഉള്ളത് കർണാടകത്തിലാണ്. അവർക്ക് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമായിട്ട് വലിയ ബന്ധമാണ്. ഭരണം ഉപയോഗിച്ച് സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും. അത്തരം കുത്തകകൾ അങ്ങനെയാണ്. ഭരണത്തിൽ ആരാണോ ഉള്ളത് അവരുടെ കൂടെയാണല്ലോ നിൽക്കുക. അവരെടുക്കുന്നെല്ലാം പണം വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തത്. അതിന്റെ പ്രത്യുപകാരമാണ് ആദ്യത്തെ ബജറ്റിൽ തന്നെ ആ കമ്പനി, നേരത്തെ LDF ഗവൺമെന്റിന്റെ കാലത്ത് അവർ വന്നതാണ് കേരളത്തിൽ നമ്മൾ ഈ നയംമാറ്റം പ്രഖ്യാപിച്ചപ്പോൾ. പക്ഷെ നമ്മൾ പ്രഖ്യാപിച്ചത് ഏതിനു വേണ്ടിയിട്ടാ? ഈ നാട്ടിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴവും പച്ചക്കറിയും ഒക്കെ കമ്പോളത്തിൽ വിറ്റത് കഴിഞ്ഞിട്ട് ബാക്കി വെറുതെ കിടക്കുന്നു. അത് ചീഞ്ഞളിഞ്ഞു പോകുന്നു, അവരുടെ വരുമാനം കുറയുന്നു. അതിനൊരു ആശ്വാസമായിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ അല്ല, മറിച്ച് നമ്മളെ നാടൻ വിദ്യയുണ്ടല്ലോ ഈ പുളിപ്പിക്കുക എന്ന് പറയുന്നത്, ആ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന മദ്യമാണ് നമ്മൾ പറഞ്ഞ ഈ ഹോർട്ടി വൈൻ എന്ന് പറയുന്നത്. വൈൻ നേരത്തെയുണ്ട്. ആ വൈനിന് കേരളത്തിൽ 86% നികുതി.
ഈ കർഷകരെ സഹായിക്കാൻ കഴിയുന്ന ഹോട്ടി വൈനും അതേ 86% കുറച്ചില്ല, 86% തന്നെ വൈൻ്റെ അതേ നികുതി ഫിക്സ് ചെയ്തു. അതിന്റെ മേലെയുള്ളതാണ് സ്പിരിറ്റിൽ നിന്ന് ഡിസ്റ്റിൽ ചെയ്തുണ്ടാക്കുന്ന മദ്യം. അത് 46% വരെ കൂടുന്നതാണ് വലിയ വീര്യമുള്ള മദ്യം. 5% മുതൽ മുകളിലോട്ട് 10%, 20%, 30% ഇങ്ങനെയൊക്കെ പല അളവിൽ ഈ ഡിസ്റ്റിൽ ചെയ്തിട്ട് സ്പിരിറ്റ് ചേർത്തുണ്ടാക്കുന്ന മദ്യം. അതാണ് ഈ 10%-ന്റെയും 20%-ന്റെയും ലോ ആൽക്കഹോൾ മദ്യമുള്ളത്. അത് ഈ ബക്കാടി കമ്പനി ഉൾപ്പെടെയുള്ളവർക്കാണ് അതിന്റെ കുത്തക. അത് കേരളത്തിൽ എവിടെയും ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതിന്റെ ഡിസ്റ്റിലറി കേരളത്തിലില്ല. അതിന് കേരളത്തിൽ 251% തന്നെയാണ്. അതായത് സ്പിരിറ്റ് വെച്ചുണ്ടാക്കുന്ന ഡിസ്റ്റിൽ ചെയ്തുണ്ടാക്കുന്ന ഏത് മദ്യത്തിനും കേരളത്തിൽ 251% നികുതി. എന്തിനാ ഉയർന്ന നികുതി വെച്ചത്? വലിയ വില കൂടിയാൽ ആളുകൾ അത് ഉപഭോഗം കുറയും. അങ്ങനെ ഉപഭോഗം കുറക്കാനും ട്രഷറിയിലെ വരുമാനം കൂട്ടാനും തന്നെയാണ് മദ്യത്തിന്, അതായത് സമയപരിമിതി മൂലം ചർച്ചയ്ക്കിടെ ഇടപെടേണ്ടി വരികയാണ്. താങ്കൾ പറഞ്ഞ വിഷയം തന്നെയാണ്. എന്തിനാണ് മുൻകാല സർക്കാരുകൾ 251% നികുതി കൂട്ടിവെച്ചത്? അത് മദ്യഉപഭോഗം കുറയ്ക്കാനാണ്. ആ വരുമാനത്തും അതോടൊപ്പം തന്നെ നികുതി കൂട്ടിവെച്ചത് സർക്കാരിന് വരുമാനം ലഭിക്കുകയും ചെയ്യും. ഇവിടെ നികുതി കുറയ്ക്കുകയും ചെയ്യുന്നു, കൂടുതൽ മദ്യം ഒഴുക്കുകയും ചെയ്യുന്നു. അവിടെയാണ് സംശയം ഉയരുന്നത്. ഏതായാലും രജിൻ സി ഉണ്ണിത്താനും കോൺഗ്രസ്സുകാർക്കും മറുപടി പറയാൻ കഴിയാത്തൊരു വിഷയം, എന്തിന് നികുതി കുറച്ചു എന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ പ്രസക്തമായി നിൽക്കുകയാണ്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പോക്കാണെങ്കിൽ അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഓരോ വിഷയത്തിലും ഒന്നൊന്നായി ഈ സർക്കാരിൻ്റെ വി ഡി സതീശൻ സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ പൊളിയുന്നത് ബജറ്റിൽ ഒന്നുകൂടി വ്യക്തമാവുകയും ചെയ്തു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത VPP മുസ്തഫ, രജിൻ സി എസ് ഉണ്ണിത്താൻ, അതോടൊപ്പം തന്നെ M ജയചന്ദ്രൻ. ഇതോടുകൂടി ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ അവസാനിക്കാൻ